സർക്കാർ ആശുപത്രികളിൽ സംഘടനകളുടെ കൊടിയും ബാനറും കെട്ടിയുള്ള ഭക്ഷണ വിതരണം അനുവദിക്കില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. മനുഷ്യരായ ആർക്കും പൊതിച്ചോർ പദ്ധതിയെ എതിർക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവരുടെ മനോനില പരിശോധിക്കണമെന്ന് റഹീം എം പി പറഞ്ഞു. കേരളം പഠിച്ച നല്ല പാഠം മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ഡിവൈഎഫ്ഐ. പാലിയേറ്റീവ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളെ റദ്ദാക്കാൻ മുരളീധരന് കഴിയുമോ? കെ മുരളീധരന്റെ ആത്മഹത്യാപരമായ പരാമർശമാണ്. കെ കരുണാകരന്റെ ഫോട്ടോ വെച്ച വസതികളിൽ നിന്നും പൊതിച്ചോറുകൾ ലഭിക്കുന്നുണ്ട്. ഇത് മുരളീധരൻ മനസ്സിലാക്കണം. BJP പ്രവർത്തകരും പൊതിച്ചോറിന് സഹായം നൽകുന്നു. ജാതിമത വ്യത്യാസമില്ലാതെയുള്ള സഹായം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം മുരളീധരന് ഇല്ല. പാപങ്ങളുടെ ചോറിൽ മണ്ണ് വാരി ഇടരുത്. ഡിവൈഎഫ്ഐയുടെ കൊടിയാണ് മുരളീധരന് പ്രശ്നം. രക്തം കൊടുക്കേണ്ട എന്ന് മുരളീധരൻ പറയുമോ? ആക്രി വിറ്റും ഡിവൈഎഫ്ഐ സഹായം നൽകിയിട്ടുണ്ട്. ആക്രി കൂടി മുരളീധരൻ നിഷേധിക്കുമോ? പൊതിച്ചോറിൽ രാഷ്ട്രീയമില്ല, പാപങ്ങളുടെ വിശപ്പ് മാത്രമാണ്. വിഷയത്തിൽ മനസ്സിൽ പിടിക്കാൻ വരരുത്. നമ്മുടെ പണം പ്രിയദർശിനിയിലൂടെ സൗജന്യ യാത്ര ബ്രാൻഡിംഗ് അല്ലേ? മുസ്ലിം ലീഗ് സേവാഭാരതി കൊടി വെക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ ഐഡന്റിറ്റി നിലനിർത്തും. റഹീം പ്രതികരിച്ചു. ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. കാരണം മനുഷ്യരായ ആർക്കും കഴിയില്ല. ഇവിടെ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ്. രണ്ടും വളരെ പ്രസക്തമായ കാര്യമായി കരുതുകയാണ്. അതിലൊന്ന്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവുമധികം ശ്രദ്ധേയമായി ലോകത്ത് തന്നെ മാറിയതിൻ്റെ കാരണം അത് പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളുടെ നിസ്വാർത്ഥമായ ഇടപെടലുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ചില സ്കൂളുകളിലെല്ലാം നമ്മൾ അത്തരത്തിൽ ലെസൺ കുട്ടികൾക്ക് ലേൺ ചെയ്യിപ്പിക്കും. എന്താണ്? നിങ്ങൾ ഒരു ദിവസം പൊതിച്ചോറ് കൊണ്ടുവരണം, അത് അടുത്ത ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിന് കൊടുക്കണം. ഇതെല്ലാം എന്താണ്? അതിനെയാണ് ലേണിംഗ് എന്ന് പറയുക. എന്താ? നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. കേരളം ഇന്നോളം പഠിപ്പിച്ച് വളർന്ന പാഠം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതങ്ങനെയാണത് വരിക. അപ്പം ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ടാഗ് ലൈൻ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നാണ്. വയറെരിയുന്ന മനുഷ്യരുടെ മിഴി നിറയാതിരിക്കാനാണ് ഇത് നൽകുന്നത്. അപ്പോൾ ഇത് റദ്ദാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീ കെ മുരളീധരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സംഘടനകളുണ്ട്. പാലിയേറ്റീവ് കെയറിൽ, ഭക്ഷണ വിതരണത്തിൽ, ഹോസ്പിറ്റലുകളിൽ വീൽചെയർ വിതരണം ചെയ്യുന്നതിൽ, ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിൽ, അതെല്ലാം ഈ ഒറ്റ പ്രസ്താവനയിൽ റദ്ദാക്കാൻ ശ്രീ കെ മുരളീധരന് കഴിയുമോ? അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നത് എത്ര കണ്ട് ആത്മഹത്യാപരമാണ്. അവിടെയാണ് ഞാൻ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നത്.